ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആശ്രമത്തിന്റെ മുറ്റത്ത് കുട്ടികളോടൊത്ത് സമയം ചെലവഴിക്കുകയാണ് രവീന്ദ്രനാഥ ടാഗോർ. അപ്പോഴാണ് ഒരു കുട്ടി ഒരു പേപ്പറുമായി ഓടി വന്നത്. എന്നിട്ട് ആ പേപ്പർ ടാഗോറിന്റെ കയ്യിൽ കൊടുത്തിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഞാൻ വരച്ച ചിത്രം? ഇത് വളരെ മോശമാണോ? ടാഗോർ ആ പേപ്പർ വാങ്ങി സൂക്ഷ്മമായി നോക്കി. ആ കുട്ടി അതിലൊരു ചിത്രം വരച്ചിട്ടുണ്ട്. പക്ഷേ കുട്ടിയുടേതായ കുറവുകളൊക്കെ ആ ചിത്രത്തിലുണ്ടായിരുന്നു. വരകൾ പലയിടത്തും വഴുതിപ്പോയിരുന്നു. നിറങ്ങൾ കൊടുത്തിരിക്കുന്നത് പലയിടത്തും യോജിക്കുന്ന തരത്തിലായിരുന്നില്ല. പക്ഷെ ടാഗോർ ആ കുട്ടിയോട് പറഞ്ഞു, മകനെ, നിന്റെ ചിത്രം മോശമല്ല. വരകളിൽ ചെറിയ തെറ്റുകൾ ഉണ്ടാകാം, നിറങ്ങളിൽ അല്പം അപാകതകൾ കാണാം. പക്ഷെ ചിത്രത്തിന് പിന്നിലെ ആത്മവിശ്വാസവും ധൈര്യവുമാണ് അതിന്റെ യഥാർത്ഥ സൗന്ദര്യം. ആ കുട്ടിക്ക് വലിയ സന്തോഷമായി. കുറവുകൾ മാത്രമാണ് അതുവരെ ആ ചിത്രത്തെക്കുറിച്ച് എല്ലാവരും പറഞ്ഞിരുന്നത്. എന്നാൽ അതിനു പിന്നിൽ ആത്മവിശ്വാസം എന്ന വിലപിടിപ്പുള്ള സൗന്ദര്യത്തെ ടാഗോർ മാത്രമാണ് കണ്ടത്. ടാഗോറിന്റെ വാക്കുകൾ ആ കുട്ടിയിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും കൂടുതൽ നന്നായി ചിത്രങ്ങൾ വരയ്ക്കുവാൻ പ്രചോദനമാവുകയും ചെയ്തു. മനുഷ്യ ജീവിതം ഇതുപോലെയാണ്. പലപ്പോഴും പലരും നോക്കുമ്പോൾ കുറവുകളും അപാകതകളും മാത്രമേ കാണാനുണ്ടാകൂ. എന്നാൽ അവിടെയൊക്കെ ആത്മവിശ്വാസത്തോടെ കുറവുകൾ പരിഹരിച്ചു പോകുന്നവർക്ക് ജീവിതത്തിലെ യഥാർത്ഥ സൗന്ദര്യം തിരിച്ചറിയാൻ സാധിക്കും. ആത്മവിശ്വാസമില്ലാത്തവർ ചെറിയൊരു തെറ്റിനെയും വലിയ പരാജയമായി കണ്ട് പിന്നോട്ട് പോകും. എന്നാൽ ആത്മവിശ്വാസമുള്ളവർ തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൂടുതൽ പരിശ്രമിച്ച് വിജയത്തിലെത്തും. കുറവുകളിൽ മാത്രം ശ്രദ്ധ വെച്ചാൽ ഒരിക്കലും നമുക്ക് ജീവിതം ആസ്വദിക്കുവാനായി കഴിയുകയില്ല. ഒരിടത്ത് നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും സാധിക്കുകയില്ല. ആത്മവിശ്വാസത്തോടെ നല്ല രീതിയിൽ കൂട്ടുകാരോടും അധ്യാപകരോടും ഇടപെടുന്ന കുട്ടികളെയാണ് പലപ്പോഴും ക്ലാസ് ലീഡർമാരാക്കുന്നത്. അതുപോലെ ആത്മവിശ്വാസമുള്ളവർക്ക് മാത്രമേ ജീവിതത്തിൽ നല്ല അവസരങ്ങൾ ലഭിക്കുകയുള്ളൂ. ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത് എന്ന് 2 തീമോത്തിയോസ് 1:7 പറയുന്നു. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഭയത്തിലെത്തിക്കുകയല്ല, മറിച്ച് ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിനാൽ കുറവുകളും പരാജയങ്ങളും ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ ആ ദൈവത്തിന്റെ ആത്മാവിൽ ആശ്രയിക്കുക. ആ ആത്മാവ് നമ്മെ ശക്തിപ്പെടുത്തും, സഹായിക്കും. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.